ഇന്ന് സ്റ്റാർ ഫ്രൂട്ട് കൊണ്ട് ചോറിന് കൂട്ടാൻ ഒരു ഒഴിച്ചുകറിയായാലോ? എല്ലാവരും റെഡിയല്ലേ? ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് നമ്മുടെ ഈ സ്റ്റാർ ഫ്രൂട്ട്, ചതുരപ്പുളി, വൈരപ്പുളി എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ സ്റ്റാർ ഫ്രൂട്ട് കൊണ്ട് നമുക്ക് ചോറിന് കൂട്ടാൻ പറ്റിയ ഒരു ഒഴിച്ചു കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഈ സ്റ്റാർ ഫ്രൂട്ടിന് ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് നമ്മൾ ഭയങ്കര വിലയാണ് ഇതിന്. പുറം രാജ്യങ്ങളിലൊക്കെ ഇതിന് ഭയങ്കര വിലയാണ്. നമ്മുടെ നാട്ടിൽ ഇത് സമൃദ്ധമായിട്ടുണ്ടാകുന്നുണ്ട്. ഇതുകൊണ്ട് ഞാനൊരു പിക്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു സോർ ആൻഡ് സ്വീറ്റ് പിക്കിൾ. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് പോകാം. ഞാൻ ഈ സ്റ്റാർ ഫ്രൂട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കണ്ടോ? ഇതിൻ്റെ ഓരോ പീസിനും നല്ല സ്റ്റാറിൻ്റെ ഷേപ്പാണ്. അതുകൊണ്ടാണ് ഇതിന് സ്റ്റാർ ഫ്രൂട്ട് എന്ന് വിളിക്കുന്നത്. നമ്മളിതിനെ വൈരപ്പുളി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇനി ഇതിന് എന്തെല്ലാമാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. സ്റ്റാർ ഫ്രൂട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, നമ്മുടെ ചെറിയ ഉള്ളി, കരിവേപ്പില. ഇനി അരച്ച് ചേർക്കാനായിട്ട് ഉപ്പ്, മുളക്, മഞ്ഞൾ, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ തേങ്ങ. അപ്പോൾ ഇതെല്ലാം നമ്മൾ എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം, എന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള, ഹെൽത്തി ആയിട്ടുള്ള ഒഴിച്ചു കൂട്ടാൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ട അരപ്പ് നമുക്ക് അരച്ചിട്ട് വരാം കേട്ടോ. ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. കുറച്ച് ഉലുവ എന്നിട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരട്ടെ. ഉലുവയൊക്കെ മൂത്തിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന, നല്ല വെണ്ണ പോലെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ്, അതായത് തേങ്ങ, ചുവന്നുള്ളി, ഉപ്പ്, മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ്, അതിൻ്റെ പച്ചപ്പൊന്ന് മാറാനായിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ കറി വയ്ക്കുമ്പോൾ അരപ്പ് ആദ്യം ചേർക്കണം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്റ്റാർ ഫ്രൂട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അരപ്പിൽ വേണ്ട എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട്, എല്ലാ മസാലകളും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ മിക്സി കഴുകിയെടുത്ത വെള്ളമാണ്, അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒഴിച്ചുകറിയല്ലേ, അപ്പം നമുക്ക് കുറച്ച് ചാറ് ഇരുന്നോട്ടെ. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മാത്രം മതി. അതിരുന്നൊന്ന് വെന്ത് വരട്ടെ. ഇതിന് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്കൊരല്പം ഉലുവാപ്പൊടി, ഒത്തിരി ആവരുത്, ഒരല്പം ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. സ്റ്റാർ ഫ്രൂട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് വേണമെങ്കിൽ ഉടച്ച് ചേർക്കാം. നന്നായിട്ട് ഉടച്ച് കഷ്ണങ്ങളാക്കി വേണമെങ്കിൽ എടുക്കാം. പിന്നെ ഇതൊന്ന് കുറുകി വറ്റിയാലും നല്ലതാണ്. ടേസ്റ്റ് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് നല്ല സൂപ്പറായിട്ട് വയറ് നിറച്ച് ചോറുണ്ണാം. ഇനിയൊന്ന് കുറുകി വന്നാൽ മതി.
തേങ്ങ വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം, പക്ഷെ ഞാൻ തേങ്ങയൊക്കെ കുറവാണ് ചേർക്കുന്നത്. നമുക്കിനി ഇതിനൊരു ടേസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണയൊന്നും അധികം ചേർക്കണ്ട. ഇത് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കരിവേപ്പിലയും ചേർക്കാം. നമുക്ക് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നല്ല കുറുകിയിരുന്നോളൂ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റാർ ഫ്രൂട്ട് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. നമ്മുടെ ചോറിന് ഇതുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ ചോറുണ്ണാം. നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സും ഉണ്ട്. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, സ്റ്റാർ ഫ്രൂട്ട് നമ്മൾ ഒത്തിരി കഴിക്കാൻ പാടില്ല. ഒത്തിരി കഴിച്ചാൽ നമുക്കത് നല്ലതല്ലെന്ന് പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഒത്തിരി കഴിക്കേണ്ട. ഇടയ്ക്കൊക്കെ നമുക്കിത് വച്ച് കഴിക്കാം. കിട്ടുമ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യണം. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്നതാണ്. വൈരപ്പുളിയിൽ നിന്ന് അന്വേഷിച്ചാൽ മതി, അല്ലെങ്കിൽ ചതുരപ്പുളിയിൽ നിന്ന് അന്വേഷിച്ചാൽ നമുക്കിത് കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി കഴിക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ശക്തി. അതുപോലെ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി ആവശ്യമുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് അയച്ചു കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് വിലപ്പെട്ടതാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് കഴിയുമ്പോൾ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അത് നമ്മുടെ ചാനലിൻ്റെ ബോണസ് പോയിൻ്റ് കൂട്ടുന്നതാണ്. നിങ്ങളെല്ലാവരും അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കട്ടെ. അപ്പോൾ ഇനി ഇതുപോലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.